പശ്ചിമേഷ്യ കൈവിട്ട നിലയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള അടി നടന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇസ്രയേൽ ഇപ്പോൾ തന്നെ നല്ലൊരു പ്രഹരം കൊടുത്തിട്ടുണ്ട്. അവരുടെ ആണവ പ്ലാന്റുകളടക്കം തകർത്തിരിക്കുകയാണ്. വലിയ യുദ്ധത്തിലേക്ക് പോകുമോ? ഇറാൻ വലിയ തോതിൽ തിരിച്ചടിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല. അതേസമയം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ മോദി പറഞ്ഞില്ലേ, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധമാണെന്ന്. അത് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഇപ്പോൾ കുറച്ച് ഡ്രോണുകൾ കൊണ്ടുള്ളൊരു ആക്രമണം മാത്രമാണല്ലോ നടന്നിരിക്കുന്നത്. കാര്യമായ ഒരു ആസൂത്രണമോ ഇപ്പോൾ കുറേ നാളത്തേക്ക് ഇറാനുമായിട്ടുള്ള സംഘർഷത്തിലൊരു അയവുണ്ടായിരുന്നല്ലോ. അയവ് എന്ന് പറഞ്ഞാൽ ഇത് ആസൂത്രണത്തിൻ്റെ ഒരു അവധി ഇസ്രയേൽ എടുത്തിരുന്നതാണ്. ഇപ്പോൾ ഈ ആക്രമിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ അതുപോലെ പ്ലാൻ ചെയ്യേണ്ടതാണ്. കാരണം നഥാൻസ് എന്ന് പറഞ്ഞ ആണവ കേന്ദ്രത്തിൻ്റെ പകുതി ഭാഗവും ഭൂഗർഭത്തിലാണ്, അതിൻ്റെ ഈ സെൻട്രിഫ്യൂജ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെ ആക്രമിച്ച് ശരിയാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ, പിന്നെ അമേരിക്കയുടെ ചിലപ്പോൾ സഹായവും വേണ്ടി വരും. അമേരിക്കയുടെ സഹായം കിട്ടിയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഡിഗോ ഗാർഷ്യയിൽ ബോംബറുകൾ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇതിൽ അമേരിക്ക പങ്കെടുത്തിട്ട് അമേരിക്ക കൈയൊഴുകുകയാണ് ചെയ്യുന്നത്, ഞങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ കാരണങ്ങൾ വേറെ ആയിരിക്കും. പക്ഷേ അമേരിക്ക അറിയാതെയല്ല ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതാണ് അമേരിക്ക ഒഴിപ്പിക്കാൻ പല എംബസികളിലും ആളുകളോട് ഒഴിഞ്ഞു പൊക്കോളാനും ഒക്കെ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവാക്വേഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടായിരുന്നു. അപ്പോൾ യുദ്ധം നടക്കാൻ പോവുകയാണ്, ആക്രമണം നടക്കാൻ പോവുകയാണെന്നുള്ളത്. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം. മാർക്കോ റൂബിയോ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഏകപക്ഷീയമായിട്ട് ഇസ്രയേൽ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. കാരണം ഡിപ്ലോമസിയിൽ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയണമല്ലോ. ഇന്നലെ അവർ പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിലൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഒഴിയാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളോട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയും സംഘർഷഭരിതമാവും മിഡിൽ ഈസ്റ്റ് എന്നുള്ളതാണല്ലോ വിചാരിക്കേണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ 2 വിമാനവാഹിനികൾ ചെങ്കടലിലുണ്ട്. ഇപ്പോൾ അത്രയും ഒന്നും ശക്തി ഈ ഇറാൻ്റെ ഭാഗത്തില്ല. മുമ്പ് 2023 ഒക്ടോബർ 7 ശേഷം ഇറാനെതിരെ നടന്ന ആക്രമണത്തിൽ തന്നെ അതിൻ്റെ മിസൈൽ ശക്തിയൊക്കെ അത്യാവശ്യം ചോർന്നു പോയിട്ടുണ്ട്. ടണലുകളും ഒക്കെ തകർത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഈ ജിഹാദികൾ പൊതുവെ പറയുന്നതാണ്. തിരിച്ചടിക്കാൻ കെൽപ്പില്ലാത്ത പാകിസ്ഥാനും പറയും. ഇത് 2020 ഈ ഖുദ്സിൻ്റെ മേധാവിയില്ലേ, IRGCയുടെ വരേണ്യ സേന, സുലൈമാനി, അതെ, സുലൈമാനിയെ 2020 ജനുവരിയിൽ കൊന്നപ്പോൾ അതിൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ പോയി ഞങ്ങളിതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ ആളുടെ കാറ്റാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ മേധാവിയായില്ലേ. അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിൽ പറഞ്ഞാണ്. ഇതൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ നമുക്കിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ബാഗേരി, അതെ, ബാഗേരി. പിന്നെ ആ വലങ്കയായിരുന്ന ഉപദേഷ്ടാവ്, അതെ, ഉപദേഷ്ടാവ്, ഇവരൊക്കെ എൻജിനീയറിംഗ് പഠിച്ച ആളുകളാണ്, എൻജിനീയറിംഗ് കോളേജിലൊക്കെ. അത് പിന്നെ ഇറാനിലെ എൻജിനീയറിംഗ് കോളേജിൻ്റെ അകത്തും ഇതൊക്കെ തന്നെയൊക്കെ കുറേ പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ. നമ്മൾ ഈ ആയുധം കൊണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞു വരുമ്പോൾ ഈ ആയുധം കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാം, അത് ചെയ്യാം, വാഴ വെട്ടാം എന്നൊക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ജിഹാദും നടത്താമെന്ന് ചിലപ്പോൾ അവസാനം ഒരു വാചകവും കൂടി പറയുമല്ലോ. എന്നും ഇവരെല്ലാം എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളുകളാണ് ഈ കൊല്ലപ്പെട്ട ആളുകളൊക്കെ. ഇവരൊക്കെ ഉടനെ ശരിപ്പെടുത്തും. ഇപ്പോൾ പുതിയ ആളുകളെ നിയമിച്ചിട്ടുണ്ടല്ലോ. ഇവരെല്ലാവരും കൂടി ടെഹ്റാനിൽ അവരുടെ ആസ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് ആസ്ഥാനത്ത് ആക്രമണം നടന്നിരിക്കുന്നത്. മറ്റേയാളെ വീട്ടിൽ തന്നെയാണ് ആക്രമിച്ച് തീർത്തിരിക്കുന്നത്. അപ്പോൾ വീട്ടിലുണ്ട് എന്നുള്ള വിവരവും കൃത്യമായിട്ട് കിട്ടി. മൊസാദിൻ്റെയൊക്കെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ ഖമനയുടെ ഭരണം, മതഭരണം ഇഷ്ടപ്പെടാത്ത വിമതർ ധാരാളം ഉണ്ട് അവിടെ ഇറാനിൽ. സ്ത്രീകൾ തന്നെ പ്രക്ഷോഭത്തിലാണ്. അപ്പോൾ ധാരാളം ആളുകൾ. കാരണം അവിടെ സ്വാതന്ത്ര്യമില്ല, ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, പണപ്പെരുപ്പം,
വൈദ്യുതി ഇല്ല ഇല്ലേ? അതെ, പലപ്പോഴും. കാരണം ഈ ഊർജ പദ്ധതികൾ പലതും തകർക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന പോലെ ഈ ലോഡ് ഷെഡിങ് എന്നൊക്കെ പറയില്ലേ, ഇരുട്ടായിരിക്കുന്ന അവസ്ഥയാണ് കൂടുതലും. പലതരത്തിലും രാഷ്ട്രീയപരമായിട്ടും ഇരുട്ട്, സാമ്പത്തികമായിട്ടും ഇരുട്ട്, മതപരമായിട്ടും ഇരുട്ട്, മൊത്തത്തിൽ ഇരുട്ടിൽ കഴിയുന്നൊരു സ്ഥലമാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിലാണെങ്കിൽ ഇന്നലെ പാർലമെൻറ്റിലൊരു പ്രമേയം വന്നിരുന്നു. പാർലമെൻറ്റ് പിരിച്ചുവിടണം, സഖ്യകക്ഷികളാണല്ലോ ഭരിക്കുന്നത്, പാർലമെൻറ്റ് പിരിച്ചുവിടണം, പിന്നെ തെരഞ്ഞെടുപ്പ് ഉടനെ നടത്തണം എന്ന് പറഞ്ഞിട്ട്. അത് കഷ്ടിച്ചാണ് നെതന്യാഹു അതിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിനാണ് പാസ്സായിരിക്കുന്നത്. അപ്പോൾ ഇപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇസ്രയേലിൽ. അപ്പം നെതന്യാഹുവിന് കുറക്കാലം കൂടി ഇറാൻ എന്നും പറഞ്ഞിട്ട് അവിടെ ഭരിക്കാനും പറ്റും. അപ്പോൾ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ട്രംപ് പറഞ്ഞതൊന്നും മറ്റേ വെടിനിർത്തൽ ചർച്ച, സമാധാന ചർച്ചയ്ക്കൊന്നും അതുകൊണ്ട് നെതന്യാഹുവും വഴങ്ങിയിരുന്നില്ല. 2 ചേരി ഉണ്ടായിരുന്നു പെൻറ്റഗണിൻ്റെ അകത്ത്. ഇസ്രയേൽ തന്നെത്താനെ ആക്രമിച്ചാൽ നമ്മൾ കൂടെ നിൽക്കണോ വേണ്ടിയോ എന്ന്. പക്ഷേ ആക്രമണം കണ്ടിട്ട് അത് അമേരിക്ക അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് എന്തായാലും ഇങ്ങനെ ഇറാനെ കെട്ടഴിച്ചു വിടാനായിട്ട് ഇസ്രായേൽ ഒരിക്കലും തയ്യാറാവില്ല. ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത്, ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല, മറ്റൊരു മാർഗ്ഗം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതേ സ്വീകരിക്കുകയുള്ളൂ, വേറെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് സുരക്ഷയാണ് ഏറ്റവും പ്രധാനം, ഞങ്ങൾക്ക് ജീവിക്കണം, ജൂതന്മാരുടെ തലയെടുത്തിട്ടേ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഈ പറയുന്ന ജിഹാദികൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ തലയെടുക്കാതെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ പക്ഷേ അത് മാത്രമല്ല സാർ, ഇവിടെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നേരിട്ടുള്ള ആക്രമണങ്ങൾക്ക് അപ്പുറത്ത് വലിയ തോതിൽ ഈ ഭീകരവാദികളെ ഉണ്ടാക്കി ഈ ഇസ്രയേലിനെതിരെ വിടുന്ന ഇറാൻ്റെ നയം അത് ഒരു നിർബാധം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള സദാസമയവും ഇസ്രയേലിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു. ഹമാസിന് ഒരു മടിയും കൂടാതെ ആയുധങ്ങൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇസ്രയേൽ ഇപ്പോൾ അടിച്ചതിന് കാരണം ഈ ആണവ പ്രശ്നത്തിനേക്കാളേറെ ഈ ഗാസ യുദ്ധത്തിൻ്റെ അവസാനത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കാനുള്ള ഒരു നീക്കം കൂടെ ആയിട്ടാണ് തോന്നുന്നത്. അതായത് ഇറാൻ ഈ പറഞ്ഞതുപോലെ ഈ നിഴൽ യുദ്ധം കുറെ കാലമായിട്ട് ഇസ്രയേലിനെതിരെ നടത്തുന്നുണ്ട്. ഹൂത്തികളെ ആയുധവും പണവും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഹമാസിന് ഒരു വർഷം 3000 കോടി നമ്മുടെ കറൻസി വെച്ചിട്ട് പറയുകയാണ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സത്യത്തിൽ ഈ ഹമാസ് എന്ന് പറയുന്നത് സുന്നികളാണ്. ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. എന്നിട്ട് ഷിയാകൾ കൊണ്ടുപോയി സുന്നികൾക്ക് പൈസ കൊടുത്തിട്ട് മറ്റേ ജൂതന്മാർക്കിട്ട് അടുപ്പിക്കുക എന്നുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഗാസയിൽ ഇപ്പോൾ ഗോത്ര വർഗത്തിന് ഷബാബ് എന്ന് പറഞ്ഞ ആളെ ഇളക്കി വിട്ടിട്ടുണ്ട് ഇറാൻ. എന്ന് പറഞ്ഞാൽ സുന്നികളെ ഈ ഹമാസിനെ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരെ കൊണ്ട് കൊല്ലിക്കുക എന്നുള്ള പരിപാടിയിലേക്കും ഇപ്പോൾ ഇസ്രയേൽ പോകുന്നുണ്ട്. 2048 ആകുമ്പോൾ 100 വർഷമാകും ഇസ്രയേൽ ജനിച്ചിട്ട്. ആ സമയത്ത് വിശാല ഇസ്രയേൽ വേണം എന്ന് ഇസ്രയേലിന് കാഴ്ചപ്പാടുണ്ട്. അത് ഇസ്രയേൽ വിചാരിച്ചാൽ സാധിച്ചിരിക്കും. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ശക്തി അത് നിർവീര്യമാക്കണം. അത് നിർവീര്യമാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇവിടെ തീരുന്നില്ല. വലിയ തിരിച്ചടിയൊന്നും മറ്റേ സംഭവിക്കും തോന്നുന്നില്ല. ഒരു മിസൈലൊക്കെ അവിടെയൊക്കെ എവിടെയെങ്കിലും വീണ് ഗർത്തമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ അധികം മിസൈലുകളൊന്നും ഇനി ഇല്ല ഇറാൻ്റെ കയ്യിൽ. പിന്നെ ഈ ഇസ്ലാമിക ബോംബ് അത് ഇസ്രയേൽ ഒരു സ്ഥലത്തും സഹായിക്കില്ല. മറ്റേ ഇന്ദിരാഗാന്ധിയോട് തന്നെ 1982 കാലത്തൊക്കെ പറഞ്ഞിരുന്നതാണ് എന്ന് പുസ്തകങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ പാകിസ്ഥാനിലെ ആണവ നിലയങ്ങൾ ഞങ്ങൾ തകർത്ത് തരാം എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നതാണ്. കാരണം ഒരു സ്ഥലത്തും ഒരു ഇസ്ലാമിക ബോംബ്, കാരണം ഒരു സ്ഥലത്തൊരു ഇസ്ലാമിക ബോംബ് ഉണ്ടായാൽ വേറൊരു ഇസ്ലാമിക രാഷ്ട്രത്തിന് കൊടുക്കുമല്ലോ. അതെ. പിന്നെ ഈ പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഈ ചെതറി നശിച്ചു പോകാമെന്നറിയില്ല. പിന്നെ അപ്പോൾ പിന്നെ അണുബോംബ് ഈ വിമതപക്ഷങ്ങളിലെ ഭീകരന്മാരുണ്ട്, ഇത് എങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നറിയാത്ത ആളുകളുടെ കയ്യിലേക്ക് പോകും. അതാണ് അങ്ങനത്തെ ആളുകളായതുകൊണ്ടാണ് ഇത് എല്ലായിടത്തും. സിറിയയിലെ ഇല്ലേ ആണവ കേന്ദ്രങ്ങൾ നേരത്തെ തകർത്തതാണ്, ഇറാഖിലെ തകർത്തതാണ്, ശാസ്ത്രജ്ഞന്മാരെ കൊലപ്പെടുത്തിയതാണ്. ഇത്തവണയും ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്
ഇതിൻ്റെ അകത്ത്. കാരണം കുറേ ശാസ്ത്രജ്ഞന്മാർ പോയിട്ട് ഈ സൈനിക ആസ്ഥാനത്താണല്ലോ ജോലി ചെയ്യുന്നത്. അവരുമൊക്കെ ഇന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ ശക്തി എല്ലാ തരത്തിലും ക്ഷയിപ്പിച്ചിട്ട് ഇനി ഈ നിലയില്ലാ കയത്തിൽ മുങ്ങുന്നത് പോലെ ആക്കിയിട്ട് ഈ നെതന്യാഹു ഇപ്പോൾ ഇനിയിപ്പോൾ നെതന്യാഹുവിന് അധികം സമയവുമില്ല. ഈ നെതന്യാഹുവിനെതിരെയും അവിടെ സഖ്യകക്ഷികൾ ഈ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇന്നലത്തെ പാർലമെൻറ്റിലൊക്കെ കണ്ടത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തുടരും എന്ന് പറയുന്നത് ചിലപ്പോൾ ഇനി അടുത്ത ഫാർദോ പോലുള്ള നിലയങ്ങളൊക്കെ ഇപ്പോൾ തകർത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഇനിയുള്ള നിലയങ്ങളും ഒരു 5-6 അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ടെഹ്റാനിലും ഒക്കെ ഉണ്ട് ഇതിൻ്റെ കേന്ദ്രങ്ങൾ. ചിലത് ഈ കൃഷി കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇതിൻ്റെ എത്ര കൃത്യമായിട്ടൊരു പട്ടികയൊന്നും നമുക്കില്ലല്ലോ. എത്ര 11 കേന്ദ്രങ്ങൾ 12 കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നതല്ലാതെ ഏതൊക്കെ കേന്ദ്രങ്ങൾ. 200ഓളം വിമാനങ്ങൾ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. 200 വിമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാസീവാണ്. അപ്പോൾ എത്ര കേന്ദ്രങ്ങൾ ഈ 11ഒന്നും ആയിരിക്കില്ല ലക്ഷ്യം വെച്ചത്. കാരണം ഈ ഖമനയുടെ വലങ്കയിനെ വീട് തകർത്തിട്ടാണ് കൊന്നിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, പ്രിസൈസ് ആയിട്ടുള്ള ആണ് ചെയ്യുന്നത്. അതവിടെ മിഡിൽ ഈസ്റ്റിൽ ഇത് വ്യാപകമായിട്ട് ഇറാനിൻ്റെ കൂടെ ഒരു ചേരി മറ്റേതിൻ്റെ കൂടെ ഒരു ചേരി അങ്ങനെ ചേരിതിരിഞ്ഞ യുദ്ധത്തിലേക്കൊന്നും പോകാനൊരു സാധ്യതയില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്ന രാഷ്ട്രങ്ങളാണ് ഈ ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങളൊക്കെ. അപ്പോൾ കുറേ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ കൂടെ തന്നെയാണ് ആ മേഖലയിൽ. ഇറാൻ്റെ കൂടെ ഷിയ രാജ്യമാണ്. വേറെ ഷിയ രാജ്യങ്ങളൊന്നും പറയാനില്ലല്ലോ. ഇല്ല. അതെ. അപ്പോൾ ഷിയാകൾ നശിക്കണം എന്നുള്ളത് എല്ലാ സുന്നികളുടെയും ഒരു ആഗ്രഹവും കൂടിയാണ്. അപ്പോൾ ഇറാൻ നശിക്കുമ്പോൾ അവർക്കും സത്യത്തിൽ ഇന്ത്യക്കൊക്കെ ഇറാനൊക്കെ ആവശ്യമുണ്ടെന്നൊക്കെ പറയാം, ചാബഹാർ തുറമുഖം എന്നൊക്കെ. അതല്ലാതെ ഈ സുന്നി രാജ്യങ്ങൾക്ക് എന്തിന് ഇറാൻ? അപ്പോൾ അവർ നോക്കി നിൽക്കുക മാത്രമേ ഉള്ളൂ, തകർത്തോട്ടെ എന്ന് വിചാരിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.